മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണകഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ നവീൻ്റെ വീട്ടുകാരൊക്കെ ചെന്ന് നമ്മുടെ ഗാഥയെ പെണ്ണ് കാണുന്നു. അങ്ങനെ പെണ്ണ് കാണുന്ന സമയത്ത് നവീനൊരു കോള് വരുന്നു, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന്. അങ്ങനെ വിനീത് അവിടുന്ന് പോവുകയാണ്, നവീൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗാഥയ്ക്ക് അത് ഭയങ്കര ഇതാവുന്നു. അപ്പോൾ അമ്മയോട് പറയുന്നു, ഇങ്ങനെയുള്ള ആളെയാണോ എനിക്ക് വേണ്ടി കരുതിയത്, ഞാനിത് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അതേ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി കൊണ്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ ഗാഥയ്ക്ക് കൊടുക്കും. ഇത് നവീൻ സാർ തന്നെയാണെന്ന് പറയും. അങ്ങനെ അത് തുറന്നു നോക്കാൻ പറയും. അപ്പം പറയാം, എനിക്കിതൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ അവൾ വലിച്ചെറിയുന്ന സമയത്ത് പിന്നെ അവളുടെ കൂടെയുള്ള സിതാരയുടെ പി എ വന്നിട്ട് അത് തുറന്ന് നോക്കും. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഇവർ 2 സ്ഥലം വാങ്ങാൻ വേണ്ടി പോയില്ലേ, അപ്പോൾ അത് നവീൻ വാങ്ങിയല്ല, അത് ഗാഥയ്ക്ക് ദാനമായി കൊടുക്കുന്നത് എഴുതിയ എഗ്രിമെൻ്റ് പേപ്പറാണ്. അപ്പോൾ ഇത് കണ്ട സിദ്ധാർത്ഥയ്ക്ക് ഭയങ്കര ഇതാവുന്നു, കാരണം സന്തോഷമാവുന്നു. അയ്യോ നവീനോ, അപ്പോൾ ഇവൻ നല്ല പയ്യനാണെന്നാണ് നമ്മുടെ സിദ്ധാർത്ഥ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നവീൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്തും കൂടെ കയ്യിലാക്കുക. അപ്പോൾ അതിന് ഒരു പടി മുന്നോടിയായിട്ട് നവീൻ എടുത്തൊരു ഡിസിഷനാണത്. ഇതൊക്കെ കണ്ട് അവർ മയങ്ങി വീഴുകയാണ്. അപ്പം ഗാദിക്കും സ്നേഹമാകുന്നു. അങ്ങനെ നവീൻ ഫോൺ വിളിക്കുന്നു, എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നമ്മുടെ ഗാഥ പിന്നെ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്, ഇനി ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, വേണ്ട, ഇനി കല്യാണ മോതിരം ഇടുന്ന സമയത്ത് മാത്രം താങ്കൾ എന്നെ കണ്ടാൽ മതി എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ഒരു ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ നവീൻ അങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, വണ്ടി ഓടിക്കാൻ പറ്റാതെ. അപ്പോൾ ഡ്രൈവർ പറയും, വണ്ടി ഒന്ന് ഇറങ്ങി തള്ളണം എന്ന് പറയും. അപ്പം നമ്മുടെ കൂടെയുള്ളവൻ വന്നിട്ട് തള്ളും. അപ്പോൾ ഒറ്റയ്ക്ക് തള്ളാൻ പറ്റത്തില്ല. ഇതേ സമയത്താണ് നമ്മുടെ കൃഷ്ണയും പിള്ളേരൊക്കെ ഒരു ലോറിയിൽ ഇങ്ങനെ എവിടെ എന്തോ മത്സരത്തിനോ എന്തോ പോവുകയാണ്. ആ സമയത്ത് ഇവൻ ചെന്നിട്ട് ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ കൃഷ്ണ പറയും, തള്ളുമൊക്കെ ചെയ്യാം, പക്ഷേ 2000 രൂപ തരണം എന്ന് പറയും. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ പോയി നവീൻ്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ തള്ളാൻ ആളുണ്ട്, പക്ഷേ 2000 രൂപ കൊടുക്കണം എന്ന് പറയും. അപ്പോൾ നവീൻ പറയും, ഓക്കെ, അതിനെന്താ, കൊടുക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ കൃഷ്ണയുടെ അടുത്ത് എന്നിട്ട് പറയും, പൈസ തരാമെന്ന് പറയും. അങ്ങനെ ഇവർ പിള്ളേരെല്ലാം കൂടെ തള്ളി അത് ശരിയാക്കിയതിന് ശേഷം കൃഷ്ണ പറയും, ഞാൻ എന്തായാലും സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പൈസ വാങ്ങിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ കാറിൻ്റെ ഡോറിൽ പോയി തട്ടുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണൻ ഞെട്ടിത്തരിക്കുകയാണ്. കാരണം ഇത് അവൾക്ക് മനസ്സിലായി ഇത് ആരാണെന്ന്. കാരണം വെള്ളത്തിൽ തള്ളിയിട്ടതും രക്ഷിച്ചതൊക്കെ കൃഷ്ണയാണല്ലോ. പെട്ടെന്ന് തന്നെ അവൾ ഷാൾ കൊണ്ട് ഇങ്ങനെ മുഖം മറയ്ക്കും. അപ്പം നവീനും എവിടെ ഒരു സ്പാർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ, ബൈ.